ഇങ്ങനെ ഒന്ന് രണ്ടായിട്ട് കീറി, രണ്ട് പീസായിട്ട് കീറി, രണ്ടായിട്ട് കീറി, എന്നിട്ട് രണ്ട് കയ്യിലൊന്ന് വെക്കും. ഞാൻ ഇനി ചോദിക്കും, ഇനി അത് കീറാൻ പറ്റുമെന്ന് ചോദിക്കും. അന്നേരം ഐ വാണ്ട് യു ടു ആൻസർ ലൈക്ക് നോ ഐ കാൺട്ട്, എനിക്ക് പറ്റില്ല എന്ന് പറയണം. വെറുതെ പറഞ്ഞാൽ പോരാ, മനസ്സിൽ നന്നായിട്ട് ആലോചിക്കണം, ഇനി എനിക്ക് അത് കീറാൻ പറ്റില്ല എന്ന്. ഓക്കെ, നൗ ക്യാൻ യു ടേക്ക് ദിസ് പേപ്പർ? നോ ഐ കാൺട്ട്. ഉറപ്പ് പറഞ്ഞു. No, I can't. Sure. Sure. Try to tear. Try it again. വേറെ സൈഡൊക്കെ മാറ്റിയൊക്കെ നോക്കും. നാഗവല്ലിയെ കൂട്ടിയിട്ടുള്ളൂ, കാർമാരിപ്പോഴും ഇവിടെ തന്നെ കറങ്ങിത്തിറങ്ങി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത സെലിബ്രിറ്റി മെഡലിസ്റ്റ് അനന്ത് കൂടെ ഉണ്ട്. നമസ്കാരം. എന്തായാലും വലിയ രീതിയിൽ വലിയ സെലിബ്രിറ്റിയായി തരംഗമായി നിൽക്കുന്ന ഒരു സമയമാണല്ലോ. എന്താണ് ഈ ഒരു മെന്റലിസത്തിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഡെഫിനിഷൻ പൊതുജനങ്ങൾക്ക് അറിയുന്നതിൻ്റെ ഭാഗമായിക്കോട്ടെ, എന്താണ് മെന്റലിസം? മെന്റലിസം ഒരു ആർട്ട് ഫോമാണ്. ഒരു മാജിക് പോലെ, ഡാൻസ് പോലെ, പാട്ട് പോലെ ഒരു ആർട്ട് ഫോമാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആർട്ട് ഫോമാണ് മെന്റലിസം. നമ്മൾ കുറേ കാര്യങ്ങളുണ്ടായില്ല, ഫാക്ടേഴ്സ്, കുറേ സബ്ജക്ട്സ് ഉണ്ട്, എല്ലാത്തിൻ്റെ ഒരു ബ്ലെൻഡാണ്. എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത്? ആരാണ് ഇതിനുള്ളൊരു മോട്ടിവേഷനായി മാറിയത്? നമ്മൾ ഈ പണ്ട് ഈ ഷെർലക് ഹോംസും മണിച്ചിത്രത്താഴും ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഇൻസ്പയർ ആയിട്ട് വന്നതാണ്. മണിച്ചിത്രത്താഴ് സിനിമയിൽ ലാലേട്ടൻ്റെ ആ ഒരു ക്യാരക്ടറൊക്കെ ഭയങ്കര ഇൻസ്പിറേഷനായിരുന്നു. അങ്ങനെ എല്ലാത്തിൻ്റെ ഒരു ബ്ലെൻഡിൽ വന്ന് എല്ലാവരും ഞാൻ പറഞ്ഞില്ല, ഒരു കലയുടെ കീഴിൽ നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റുന്നൊരു പരിപാടിയാണ്. പിന്നെ ഇതിൻ്റെ എല്ലാ അൾട്ടിമേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരിലൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആൾക്കാരെ മുഖത്തൊരു ചിരി ഉണ്ടാക്കുക. മാജിക് ആയാലും മെൻ്റലിസം ആയാലും ഒരു അൾട്ടിമേറ്റ് ഒരു എൻ്റർടൈൻ ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മളൊരു പാട്ട് പാടുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം പോലെ നമുക്ക് എല്ലാവർക്കും അത്ഭുതങ്ങൾ കാണാനും കേൾക്കാനും ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് സത്യം പറഞ്ഞാൽ അങ്ങനെ സൂപ്പർ നാച്ചുറൽ പരിപാടിയൊന്നുമില്ല. പക്ഷെ എന്നാലും ആൾക്കാരുടെ മുമ്പിൽ നമ്മളിത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരു വ്യത്യസ്തമാർന്ന ഒരു 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 റിയാക്ഷനും അങ്ങനെ ഒരു കൗതുകത്തോടെ അവർ കാണും. അപ്പോൾ അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ്. സ്റ്റാറ്റസ് വീഡിയോകളൊക്കെ വലിയ രീതിയിൽ തരംഗമാണ്. അതിലെ വരികളൊക്കെ വളരെ ഹൃദയസ്പർശിയായ വരികൾ കൂടിയാണ്. അത് ജീവിതാനുഭവങ്ങളിൽ നിന്നാണോ അതല്ലെങ്കിൽ എങ്ങനെയാണ് അതിലെ വരികളൊക്കെ? ഇല്ല, ചിലതൊക്കെ നമ്മൾ അനുഭവങ്ങളിൽ നിന്നാണല്ലോ ഓരോ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിന്നും അടർത്തി മാറ്റിയ ചില ഏടുകളായിട്ട് കൂട്ടാം. ചിലതൊക്കെ എൻ്റെ മാത്രം പേഴ്സണൽ ലൈഫ് ആവണമെന്നില്ല, ചുറ്റും നിൽക്കുന്ന ആൾക്കാരുടെ ആവാം. അങ്ങനെ കണ്ടും കേട്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഒരു ആകത്തുക. ഒരു ചെറു തിളക്കത്തിൽ നിന്നാണ് ഇവളുടെ കഥ തുടങ്ങിയത്. കാതുകുത്താൻ വലിയ വാശിയായിരുന്നു അവൾക്ക് അന്ന്. പക്ഷേ ആ കണ്ണുനീരിൽ വേദനിച്ചതെനിക്കാണ്. കമ്മലുകൾ അതിനു മുന്നേ ഇവൾക്ക് കൗതുകമായിരുന്നു. ചെറുവിരലുകളാൽ അവയെ തൊട്ടു നോക്കി അവൾ എന്നും വിസ്മയിച്ചിരുന്നു. കാതിൽ വിരിഞ്ഞ ഓരോ തിളക്കത്തിലും നീ വളർന്ന ഓർമ്മകളുണ്ട്, സ്നേഹത്തിന്റെ ഭംഗിയുണ്ട്. ജൂലൈ 15 മുതൽ സഫ ജ്വല്ലറിയുടെ കാതോരം ഫെസ്റ്റിവൽ. കമ്മൽ ഓർമ്മകളുടെ തിളക്കം ഹൃദയത്തിൽ ഇനിയെന്നും.